ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മക്കളെ, പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് ഏതെല്ലാം അവസരത്തിലാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. നമ്മൾ കാണുന്നത് പൗലോസ്ലീഹ എഫെസോസിലെത്തിയപ്പോൾ അവിടെ കണ്ട ഏതാനും ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? അവർ പറഞ്ഞു, ഞങ്ങൾ പരിശുദ്ധാത്മാവ് എന്നൊന്ന് ഉണ്ട് എന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. പൗലോസ്ലീഹ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത്? അവർ പറഞ്ഞു, യോഹന്നാൻ്റെ, അതായത് സ്നാപ യോഹന്നാൻ്റെ സ്നാനമാണ് ഞങ്ങൾ സ്വീകരിച്ചത്. പൗലോസ്ലീഹ പറയുകയാണ്, യോഹന്നാൻ വന്നത് അവൻ്റെ പിന്നാലെ വരുന്ന യേശുവിൽ വിശ്വസിക്കണമെന്നും അവനിൽ നിന്നും സ്നാനം സ്വീകരിക്കണമെന്നല്ലേ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈശോയുടെ സ്നാനം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് അവരെ ഈശോ മിശിഹായിൽ സ്നാനം നൽകി. ഇവിടെ രണ്ട് സ്നാനത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, സ്നാപ യോഹന്നാൻ്റെ സ്നാനം. സ്നാപ യോഹന്നാൻ്റെ സ്നാനം എന്ന് പറയുന്നത് അത് പശ്ചാത്താപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയുമായ സ്നാനമാണ്. യുവജനങ്ങൾക്കുള്ള കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ 195 ഖണ്ഡികയിൽ സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ജലം കൊണ്ടാണ് സ്നാപയോഹന്നാൻ സ്നാനം കൊടുത്തത്. ജലം ശുദ്ധീകരിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ നവജീവൻ്റെയും പ്രതീകമാണ്. പിന്നെ പറയുന്നത് സ്നാപയോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് പറയുന്നത് അത് അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെതുമായ ജ്ഞാനസ്നാനമാണ്. എന്നാൽ ക്രിസ്തുവിലൂടെ സ്നാനം ഏൽക്കപ്പെടുമ്പോൾ അവിടെ സ്നാനം കൊടുക്കുന്ന വ്യക്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജലമൊഴിക്കുന്നത്. ആ ജലം ഒഴിക്കുന്നത് ജലം വിശുദ്ധീകരണത്തിൻ്റെതാണ്. അത് ക്രിസ്തുവിലുള്ള നവജീവനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കേണ്ടവരാണ്. അതിൻ്റെ സൂചകമായിട്ടാണ് മാമോദീസായിൽ തൈലവും വെള്ളവസ്ത്രവും മെഴുകുതിരിയുമെല്ലാം അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവയെല്ലാം പ്രതീകമാണ് ക്രിസ്തുവിനോട് കൂടിയായിരിക്കുന്നതിൻ്റെ പുതുജീവൻ, ക്രിസ്തുവിൽ പുതിയതായി ജീവിക്കുന്നതിൻ്റെ ഒരു പ്രതീകമായി അല്ല ഒരു അടയാളമായി നമ്മൾ കാണുകയാണ്. ഈശോ സ്നാനം സ്വീകരിക്കുന്നത് സ്നാപയോഹന്നാൻ നിന്നാണ്. സ്നാപയോഹന്നാൻ അത് തടസ്സപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈശോ അത് സ്വീകരിക്കുവാൻ, അല്ലെങ്കിൽ താൻ മാമോദിസ യോഹന്നാൻ നിൽക്കുവാൻ വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് ഈശോ ജലത്തിൽ നിന്ന് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. എങ്കിൽ പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് തന്നിലേക്ക് ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. സ്വർഗം തുറക്കപ്പെട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരവും അവിടുന്ന് മുഴങ്ങിക്കേട്ടു. ഓരോ മാമോദീസായിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ കുടികൊള്ളുന്നു. നമ്മൾ ദൈവപുത്രരായി മാറുകയാണ്. അതുകൊണ്ട് ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗം സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ്.
ഓരോ മാമോദീസായിലും നമ്മൾ സഭയിലേക്ക് കടക്കുകയാണ്. സഭയുടെ വാതിലാണ് മാമോദീസ. സഭയിലേക്ക് പ്രവേശിക്കുകയാണ് മാമോദീസയിലൂടെ. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗഭാക്കളായി മാറുകയാണ്. അടിസ്ഥാന കൂദാശയാണല്ലോ മാമോദീസ. എല്ലാ കൂദാശകളും പ്രാരംഭ അല്ലെങ്കിൽ ആദ്യ കൂദാശയാകുന്ന ഈശോയോടുള്ള കണ്ടുമുട്ടലാണ് ഈശോയോടുള്ള ഒരു ഇഴുകിച്ചേരലാണ്. പ്രിയ സഹോദരങ്ങളെ, മാമോദീസ വഴി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രവേശിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ കടന്നു വരുവാനുള്ള കുദാശപരമായ ആദ്യത്തെ പ്രാരംഭ നടപടി എന്ന് പറയുന്നത് മാമോദീസയാണ്. അതുകൊണ്ട് മാമോദീസ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ദേവാലയത്തിന് ചുറ്റും നടക്കാതെ, അവിടെ നടക്കുന്ന ആഘോഷങ്ങൾ ശ്രദ്ധിക്കാതെ, അവിടെ നടക്കുന്ന ശുശ്രൂഷകൾ സജീവമായി പങ്കെടുക്കണം. കാരണം പരിശുദ്ധമായി ഇറങ്ങി വരുന്ന സമയമാണ്. നമ്മൾക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്നെ ശ്രവിച്ച സഹോദരങ്ങളെ, ദൈവനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറയുന്നു. ഇന്നേ ദിവസം മാമോദീസ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ കുഞ്ഞിൻ്റെ മേലും ആത്മാവിൻ്റെ അഭിഷേകം സമർത്ഥമായി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബാംഗങ്ങൾക്കും അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും വേണ്ടിയും ഹൃദയമായി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ.